ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി ജനറൽ സർവീസൊക്കെ ആയിട്ടുണ്ടായതാണ്. അപ്പോൾ നമുക്ക് ജനറൽ സർവീസ് അതിൻ്റെ മെയിൻ്റനൻസ് വർക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മളത് കൊണ്ടുപോയിട്ടൊന്ന് വാട്ടർ സർവീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് ചെളിയായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഫുള്ള് വാട്ടർ സർവീസ് ചെയ്ത് റെഡിയാക്കി എടുത്തു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ തുരുമ്പിൻ്റെ ഇതൊക്കെ കാണുന്നത് കേട്ടോ. മൊത്തം തുരുമ്പ്, ഈ ഭാഗത്തൊക്കെ കാണുന്ന തുരുമ്പാണ് കേട്ടോ. അതേപോലെ ചേസിൻ്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും തുരുമ്പുണ്ട്. ഈ ഭാഗത്തൊക്കെ തുരുമ്പാണ്, ആ അടിയിൽ കാണുന്നൊക്കെ തുരുമ്പാണ്. അപ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന ഭാഗത്തുള്ള തുരുമ്പുള്ള ഭാഗം ഒന്ന് ചിരണ്ടി ക്ലീൻ ആക്കിയിട്ടൊന്ന് പെയിൻറ്റ് ടച്ച് ചെയ്ത് തരാം. അപ്പോൾ ഇവിടെയൊക്കെ ഉണ്ട്, ഈ ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം കാണുന്ന ഭാഗങ്ങളൊക്കെ നോക്കിയിട്ടൊന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഫ്രണ്ടിലേക്ക് വരുമ്പോഴും അതേപോലെ തന്നെ ഫ്രണ്ടിലേലും ബാറ്ററി ബോക്സിൻ്റെ ഭാഗത്ത് നമ്മൾ അയച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് അയച്ച് വാഷ് ചെയ്തിട്ടാണ് റെഡി ആക്കിയേക്കുന്നത്. ഇവിടെ നോക്കുമ്പോഴും ഈ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗത്തൊക്കെ തുരുമ്പണി കാണുന്നത്, അത്യാവശ്യം തുരുമ്പുണ്ട്. പിന്നെ നമ്മൾ വാഷിങ് കഴിഞ്ഞതിന് ശേഷമാണ് കാർബറേറ്റർ അസംബ്ലി ഒന്ന് അയച്ച് ക്ലീൻ ചെയ്തേക്കണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ അംശം വന്നത് തന്നെ അത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്യാവശ്യം അഴുക്കുണ്ട് കാർബറേറ്ററിനകത്ത്. അപ്പോൾ അതും നമ്മൾ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ വർക്ക് തീരണുള്ളൂ, വൈകുന്നേരത്തേക്കാണ് കംപ്ലീറ്റ് ആവുള്ളൂ. ഞാനപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാഷ് ചെയ്ത് വന്നപ്പോൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്തെന്നുള്ളൂ. വർക്ക് കംപ്ലീറ്റ് ആക്കിയാൽ വിളിച്ചോളാം കേട്ടോ.